നാരായണായ നമ. സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഇന്നത്തെ വിഷയം 2024 ഏപ്രിൽ മാസത്തിൽ തിരുവോണം നക്ഷത്ര ജാതകർക്ക് വന്നു ഭവിക്കുന്ന വിഷുഫലങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ജാതകരെ സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. കൊല്ലവർഷം 1119 മീനം 19 തുടങ്ങി മേടം 17 അവസാനിക്കും. ആദിത്യൻ്റെ സഞ്ചാരപാത മീനം മേടം രാശികളിലായിട്ടാണ്. ഈ ഏപ്രിൽ മാസത്തിൽ പൂർണ്ണമായും രേവതി അശ്വതി ഞാറ്റുവേലകളും ഭാഗികമായി ഭരണി ഞാറ്റുവേലയും സംഭവിക്കുന്നു. സൂര്യൻ്റെ ഉച്ചരാശിയായ മേടവും അത്യുച്ചമായ മേടപ്പത്തും ഈ ഏപ്രിലാണ് വരുന്നത്. ശനി കുംഭം രാശിയിലാണ്, മൂലക്ഷേത്രമായ കുംഭം രാശിയിൽ സഞ്ചരിക്കും. ഏപ്രിൽ 5 കഴിഞ്ഞപ്പോൾ ശനി ചതയത്തിൽ നിന്ന് മാറി പൂരുട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിച്ചു തുടങ്ങി. മേടം രാശിയിൽ ഭരണി നക്ഷത്രത്തിലാണ് ഇപ്പോൾ വേഴൻ്റെ സഞ്ചാരം. ഏപ്രിൽ പകുതിയോടെ വേഴൻ കാർത്തിക നക്ഷത്രത്തിൽ വരുന്നതായിരിക്കും. ഏപ്രിൽ അവസാനത്തോടെ മേടം രാശിയിൽ വേഴൻ്റെ വാർഷിക സഞ്ചാരം പൂർത്തിയാക്കുന്നതാണ്. മെയ് മാസത്തിൻ്റെ തുടക്കത്തിൽ വേഴം ഇടവരാശിയിൽ സംക്രമിക്കുകയും ചെയ്യും. ഇതാണ് ഗ്രഹങ്ങളുടെ സഞ്ചാരപാത എന്ന് പറയുന്നത്. തിരുവോണ നക്ഷത്രത്തിൻ്റെ ബാക്കിയുള്ള ഫലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. പ്രവൃത്തി രംഗത്ത് നിലവിലെ സ്ഥിതി അതേപോലെ തന്നെ തുടരപ്പെടുന്നതാണ്. ഇപ്പോൾ ഏത് രീതിയിലാണോ പ്രവൃത്തി തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ആ രീതിയിൽ തന്നെ ഇനിയും മുന്നോട്ട് പോകും ഈ മാസവും കൂടെ. എന്നാൽ ജോലി ഉപേക്ഷിച്ച് പുതിയത് നേടാൻ ഉള്ളൊരു സമയം ഉചിതമല്ല എന്നുള്ളത് ഓർമ്മയിലുണ്ടായിരിക്കണം. ഇപ്പോൾ കഷ്ടനഷ്ടങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ തൊഴിൽ സ്ഥാനത്തുണ്ടായുമെങ്കിലും ആ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്താതിരിക്കുക. അത് ഉള്ള ജോലിയും കൂടെ പോകാനുള്ള സാധ്യത ഉണ്ടാവും. ബിസിനസ് പരമായിട്ടും നവീകരണങ്ങൾ അല്ലെങ്കിൽ പുനരുദ്ധാരണം പോലെയുള്ള കാര്യങ്ങൾ നവീകരണങ്ങളൊക്കെ ചെയ്യുന്നത് തടസ്സങ്ങളുണ്ടാകും. വായ്പ അല്ലെങ്കിൽ ലോൺ ഇവ ലഭിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടും കാത്തിരിപ്പൊക്കെ വേണ്ടി വരുന്ന ഒരു സമയമായിരിക്കും. വ്യക്തിജീവിതത്തിൽ സമ്മർദ്ദങ്ങളും ആശ്വാസങ്ങളും വന്നു പോകുന്നതാണ്, മാറി മറിയുന്നതാണ്. കുടുംബ ബന്ധങ്ങളുടെ ദൃഢത കുറച്ചൊന്ന് പരീക്ഷിക്കപ്പെടേണ്ട ഒരവസ്ഥ വന്നു ചേരും. ദമ്പതിമാർക്കിടയിൽ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അനുരഞ്ജനം കുറയുന്നതാണ്. തീക്ഷ്ണമായ വാക്കുകൾ പറയേണ്ട സാഹചര്യം സംജാതമാകുന്നതായിരിക്കും. അപ്രിയരായ വ്യക്തികളുടെ സഹായ സഹകരണങ്ങൾ സ്വീകരിച്ചേക്കും. ദൈവിക കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താൻ കഴിയും. സുഹൃത്തുക്കളുമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത് ചില സമയങ്ങളിൽ അത് അബദ്ധമാകും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ തന്നെ ആശയവിനിമയങ്ങളൊക്കെ നടത്തുമ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതികളിൽ അപാകതകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധ വേണം. ആ രീതിയിലൊക്കെ ഉള്ള സംഭാഷണങ്ങൾ തർക്കങ്ങൾക്കും ശത്രുതയ്ക്കുമൊക്കെ വഴിതെളിക്കുന്നതായിരിക്കും. വ്യക്തിപ്രഭാവത്തിൽ ദുഷ്കീർത്തികളെല്ലാം നിഷ്ഫലമായി പോകും എന്നുള്ളതാണ്. അപാകതകളൊക്കെ പരിഹരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വ്യവഹാരപരമായ കുറച്ച് കാര്യങ്ങളൊക്കെ ചിലത് ഈ മാസത്തിൻ്റെ അവസാനത്തോടെ പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതാണ്. കാര്യങ്ങളൊക്കെ ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി വന്നു ചേരുന്നതാണ്. കുടുംബാംഗങ്ങളോടൊപ്പം യാത്രകൾ ചെയ്യാനുള്ള സാഹചര്യവും വരുന്നതായിരിക്കും. കൂടാതെ വളരെ കഠിനമായതും അല്ലെങ്കിൽ ബഹുലമായതുമായ വിഷയങ്ങളെ നേരിടേണ്ടി വരുന്ന സാഹചര്യം വരും. പുതിയ കരാറുകൾ ചില സമയങ്ങളിൽ സാമ്പത്തിക നേട്ടം കുറയ്ക്കും എന്നുള്ളതാണ്. വ്യവസ്ഥകൾ പാലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി പ്രവർത്തിക്കേണ്ടി വരും. ഒന്നിൽ കൂടുതലുള്ള പ്രവൃത്തി മണ്ഡലങ്ങളിൽ ഏർപ്പെട്ട് ജോലി ചെയ്യേണ്ട കാര്യങ്ങളും
വരുന്നതായിരിക്കും. പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സഞ്ചരിക്കാനുള്ള സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും. ഈ രീതിയിലായിരിക്കും തിരുവോണം നക്ഷത്ര ജാതകർക്ക് ഏപ്രിൽ മാസത്തിലെ വിഷുഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത്. വീഡിയോ ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.